എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷൻ കണ്ട് നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Hanged Man, Queen of Swords energy connections, Ten of Swords, Two of Cups, Justice energy, and last വന്നിട്ട് Knight of Swords energy connections ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം കുറച്ച് സ്റ്റക്ക് ഫീലിംഗ് ഉള്ള സമയമായിരിക്കും. അതായത് ഒന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല എന്നുള്ളൊരു തോന്നലാവും. ആ ഒരു എനർജി നിങ്ങൾ കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങളെ മാനസികമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്നുണ്ട്. കാരണം നമ്മൾ പല കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ എല്ലാം സ്ലോ ആയിട്ട് നമ്മൾ ചില ടേക്ക് ഇറ്റ് സ്ലോ എന്ന് പറയുമല്ലോ, സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളതിനെ ധൃതി പിടിപ്പിച്ചതുകൊണ്ട്, നമ്മൾ മനസ്സുകൊണ്ട് ധൃതി പിടിപ്പിച്ചതുകൊണ്ടോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക, ആത്മീയമായിട്ടുള്ള അതിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ താല്പര്യം കൊണ്ടുപോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ, ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറലി പലതരത്തിലും എങ്ങനെയാണത് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാനായിട്ടും ശ്രമിക്കുക. അതായത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം, മൊത്തത്തിൽ പല കാര്യങ്ങളും ഒന്ന് അവലോകനം ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിരിക്കും പല കാര്യങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ കുറിച്ചിട്ടും നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. കൂടെ ഉള്ള ആളുകളെയൊക്കെ അവർ നന്നായിട്ട് കെയർ എടുക്കുകയും മറ്റും ചെയ്യുക, അതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുക, ഇതൊക്കെ വളരെ കൂടുതലായിരിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് സെൽഫ്ലെസ് ആയിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് പലതും ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ വരുന്നൊരു സമയമാണ്. എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു രീതി, ദാനശീലരായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് വെച്ചാൽ പണം അനാവശ്യമായിട്ട് ചിലവാക്കുന്ന ഒരു സമയമല്ല, റീസൈക്ലിംഗ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരു കാര്യത്തിൻ്റെ ഉപയോഗം ഒരിടത്ത് തീർന്നാൽ അത് മറ്റെന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റി. ഇപ്പോൾ ചില ആളുകൾ കീറിപ്പോയ ചില ഡ്രസ്സ് ഉണ്ടാവും, പക്ഷെ അത് അത്യാവശ്യം കാണാൻ തിരക്കേടില്ലാത്തതാണെങ്കിൽ അത് മുറിച്ച് വേറെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അതിൽ നിന്നുണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ അതുപോലെ റീസൈക്കിൾ ചെയ്തിട്ട് ആ കാര്യം വീണ്ടും ഉപയോഗിക്കുന്ന ഒരു രീതി, പല കാര്യങ്ങളിലൊക്കെ പക്വത കൂടുതലുള്ളൊരു സമയം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ക്വീൻ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഒത്തിരി രാജകീയമായിട്ടുള്ളൊരു എനർജി നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളിലാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെയൊക്കെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വരുന്നുണ്ട്. നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണ്, നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്, അതായത് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്താണ്, നിങ്ങളുടെ കഴിവും കഴിവുകേടും എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. വളരെയധികം ഒത്തിരി മൂവ് ചെയ്യുന്ന, അതായത് ഒത്തിരി ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുന്നില്ല, വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ്, അതായത് പലരിലുമുള്ള അവസ്ഥ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ, അതിൽ നിന്നൊക്കെ ഒരു സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വത്തിലേക്കുള്ള ഒരു മാറ്റം എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മൾ സുരക്ഷിതരായിരിക്കും, പക്ഷെ നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്ന വരാൻ പോകുന്ന കാര്യത്തിൽ എവിടെയോ വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മളൊരു സുരക്ഷിതത്വം ഇല്ല, ഒരു സെക്യൂരിറ്റി ഇല്ല എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഇന്നൊരു ജോലിയെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നു, കാരണം
അതിനാകുമ്പോൾ ഒരു സുരക്ഷിതത്വം ഉണ്ട് എന്നൊരു തോന്നലാണ് നിങ്ങൾക്ക്. അതും നമ്മൾക്ക് എന്ത് തന്നെയായാലും നമുക്ക് ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ല. ദർ ഇസ് നോ ഗ്യാരണ്ടി ഫോർ എനിത്തിങ് ഇൻ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാലും നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊരു രീതിയുണ്ട്, അതിൽ പോകുന്നതിൽ നിന്ന് നിങ്ങൾ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ടെൻ ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത ശീലങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മാറ്റുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. പൊതുവേ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്നിടത്ത് നിന്ന് ദൂരൊരിടത്തേക്ക് മാറുന്നതാവാം, വാടക വീട് തന്നെ ആയിരിക്കാം. ചില ആളുകൾ അവിടെ നിന്ന് മാറി മറ്റൊരു വീട്ടിലേക്ക്, മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങൾ വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എന്നുള്ളൊരു മാറ്റമായിരിക്കും. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ്, ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അല്ലാത്തവരാണെങ്കിലും ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ പേർപ്പസ് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു അൺഫുൾഫിൽഡ് ഡിസയർ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് രാഹുവിൻ്റെയും കേതുവിൻ്റേതായിട്ടുള്ള ചില നിങ്ങളുടെ ജാതകവശാൽ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നിങ്ങളുടെ ഇമോഷൻസ് ശ്രദ്ധിക്കുക, കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും പല കാര്യങ്ങളും. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ സങ്കടമുള്ള കാര്യമാണെങ്കിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊക്കെ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനും സ്ട്രെസ്സും ഒറ്റപ്പെടലും ഒക്കെ ഫീൽ ചെയ്യുന്നൊരു സമയം കാണിക്കുന്നുണ്ട്. കൂടുതൽ സോഷ്യലി ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് വളരെ സഹായകരമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ സോഷ്യലി ഒന്ന് ആക്റ്റീവായിട്ടിരുന്നാൽ ലൈഫ് പല കാര്യങ്ങളും നിങ്ങൾക്ക് പേർപ്പസ് ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഓഫ് കപ്സ് എനർജിയാണ്. പ്രണയവും പ്രണയവിവാഹം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയത്തിലായിട്ടുള്ള ഒരു വിവാഹത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് സാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം, ഒരു ഹാപ്പി എൻഡിങ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റൊമാൻസ് കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകുന്നു. നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ സാധ്യമാകുന്നുണ്ട്. ആർട്സ്, ഡ്രാമ, മ്യൂസിക്, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉള്ള കാരിക്കേച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. പെയിൻറ്റിങ്, ആർട്സുമായിട്ട് ജനറലി ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങളിലേക്ക് കൂടുതൽ താല്പര്യം സൂചിപ്പിക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സർഗാത്മകമായിട്ടുള്ള കലാപരമായിട്ടുള്ള കഴിവുകളിലൊക്കെ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ളൊരവസരമൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിൽ മോശമാണെന്നുള്ളതല്ല, അതിലും നല്ല രീതിയിൽ തന്നെ, പക്ഷേ കലയിൽ കൂടുതൽ കഴിവ് തെളിയിക്കുന്നുണ്ട്. ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ ഇത് കോടതി കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കേസ് കാര്യങ്ങളൊക്കെ ജയിക്കും, അല്ലെങ്കിൽ കേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ടെൻഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് നിങ്ങളെ നെഗറ്റീവ് എനർജീസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മിലിറ്ററി, അതായത് നമ്മുടെ കൺട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മിലിറ്ററി അഫെയർസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോറിൻ അഫെയർസ്, പബ്ലിക്, അതുപോലുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒത്തിരി സാധ്യതകൾ സൂചിപ്പിക്കുന്ന ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം. നെക്സ്റ്റ് നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. പിന്നെ യങ്സ്റ്റേഴ്സ്, ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എൻജോയ് ചെയ്യുക നല്ല കാര്യമാണ്. പക്ഷെ ജീവിതം എൻജോയ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒത്തിരി പൈസ ചിലവാക്കുന്നു, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വാങ്ങിക്കുന്നു, ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ ഓക്കെ. അതല്ല, വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു രീതിയാണെങ്കിൽ, ഒരു 20-22 വയസ്സായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു ഇതിലേക്ക് വരെ. കാരണം ഇവിടെ അച്ഛനമ്മമാരുടെ ഭാഗത്തുനിന്ന് അനാവശ്യ സപ്പോർട്ട് കാണിക്കുന്നുണ്ട് ചില ആളുകളിൽ. അപ്പോൾ അവരെ ഒരു പ്രായമായി, അപ്പോൾ അവർ സ്വയം അധ്വാനിക്കേണ്ടതാണെന്ന് അച്ഛനമ്മമാർ തന്നെ പറയുന്നില്ല. അതവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വെറുതെ അധ്വാനിക്കാതെ പണിയെടുക്കാതിരിക്കുന്ന ഒരു കൂട്ടം, ആ ഒരു
ആളുകളുടെ ഇടയിലേക്ക് മക്കളെ തള്ളിവിടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.